ഹലോ, ഞങ്ങളെല്ലാവരും കൂടി ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അടുക്കളയിൽ ഇളയമ്മത വെളുത്തുള്ളി നന്നാക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുഞ്ചു എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇളയമ്മോട് എന്തോ ചോദിച്ചതിന് മറുപടി പറയണം. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, അതിനോട് മുഖത്ത് ബക്കറ്റ് വെച്ചിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. ഓൾ നല്ല ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നതിനോട് പ്രശ്നം. ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടതെന്നോട് പറഞ്ഞത്. ഓള് പോയപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ചിക്കൻ കടയ്ക്ക് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കൊണ്ടു. ഭയങ്കര സ്ലോ ആട്ടോ കാക്ക. അവമ്മളോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ കേട്ടോ. മൂപ്പര് കോഴിനെ എടുത്തിട്ട് ഇറക്കണമൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതാ കോഴിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊണ്ടോ. ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ടൈം. മൂപ്പരാണെങ്കിൽ മൂപ്പര ഇവിടുത്തെ കഥയൊക്കെ പറഞ്ഞിട്ടാട്ടോ കോഴിനെ ഇറക്കണം. അപ്പോഴേക്ക് അവ കോഴിനെ ഉള്ളിൽ കണ്ടപ്പോൾ ഉള്ളിൽ കയറി വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ കോഴിനെ ഇറക്കണത് നോക്കി ഞങ്ങൾ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പം മോള് ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നോട്. അപ്പുറത്തൊരു ഇതുണ്ട് ഇൻഡസ്ട്രി, അവിടെ സംസാരിക്കട്ടോള്. അതെന്താ എന്താണ് അവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ കൊണിച്ചെടുക്കുക. വീഡിയോ എടുക്കട്ടെ അവ, വീഡിയോ എടുക്കട്ടെ. തമ്പുരാട്ടി ചാവിയൊക്കെ എടുത്തിട്ടാണ് അറിഞ്ഞത് മാസമായിട്ട്. ഇല്ല അങ്ങനത്തെ കോഴിനെ കിട്ടിട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. കോഴിക്കടയും സൂപ്പർ മാർക്കറ്റൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും കേട്ടോ. അടുത്താണ്, നടന്ന് വരാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ നടന്ന് വരില്ല കേട്ടോ. ഞങ്ങൾ വണ്ടിയുമേ വരുള്ളൂ. നടക്കാൻ വയ്യ എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അങ്ങനെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. സൂപ്പർ മാർക്കറ്റ് വന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടായിരുന്നുള്ളൂ. അധികം സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങുന്നത്. വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ ഓരോ വികൃതി കാട്ടിയപ്പോൾ ഓളെ പിടിച്ച് പുറത്തേക്ക് നിർത്തിയിട്ടോ. അല്ലെങ്കിൽ ഓള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിയിട്ട് മിഠായി ട്രൈയൊക്കെ തള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിടിച്ച് കയറിയിട്ട് അങ്ങനെ സാധനം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങളുടെ വീട്ടിലെത്തിട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ചിക്കനും സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ അതാ ഇബു മുന്നിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞങ്ങൾ പോയത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഓൻ ഞങ്ങളോട് വന്നിട്ട് എന്തൊക്കെയോ കുറേ സംസാരിച്ചിട്ടോ. ഓന് പിന്നെ മുഞ്ചുവിൻ്റെ ഒപ്പം കൂടിയപ്പോൾ മുഞ്ചുവിൻ്റെ ഭാഷ പറഞ്ഞോളൂ കുറേയൊക്കെ. ഒന്നും മനസ്സിലാവില്ല എന്താ പറയണമെന്നുള്ളത്. എന്നാൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിരുന്നു. വന്നപ്പോൾ തന്നെ അവമോളത് കവർന്ന് ചോദിക്കുക കേട്ടോ. അകത്തേക്ക് കയറാനൊന്നും സമ്മതിക്കില്ല. അവൾക്ക് ആദ്യം തന്നെ മിഠായി കേട്ടോ വേണ്ടത്. അങ്ങനെ ഇതാ അവളത് കവർന്ന് കൈയിട്ടെടുക്കുക കേട്ടോ. ഇബുവിന് പിന്നെ കവറിൽ മിഠായിയുള്ള കാര്യം അറിയാത്തതുകൊണ്ടാണ് ഇബു അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഓനും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കൈയെടുക്കാൻ. അതെന്ന് പറയണത് ഇതിൻ്റെ ഉള്ളിൽ മിഠായി ഉണ്ട്, അപ്പോൾ അത് എടുത്ത് തരാനാട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി മിഠായിയൊക്കെ എടുത്തു കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ചിക്കന് ഫ്രൈ ചെയ്യാനുള്ളത് ഇതാ പാത്രത്തിലാക്കി മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. മഴ ചാലും പോലെ കേട്ടോ. നല്ല മഴയാണ്, പെരുമഴ. ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം അങ്ങനെ സിറ്റ് ഔട്ടിരുന്ന് മഴയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നല്ല നേരം വരുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് എന്നാൽ ഇനി വൈകുന്നേരം ആവണതിന് മുന്നേ പോയിട്ട് നമുക്ക് പൊറോട്ട വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരുവി വാങ്ങി കൊടുക്കാറായിരിക്കണം, 6 മണിയായില്ലേ. അപ്പം ഇനി പൊറോട്ട വാങ്ങിയിട്ട് വരികയെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പൊറോട്ട വാങ്ങാൻ വേണ്ടി പോയി. പൊറോട്ട വാങ്ങാൻ പോയപ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പാരഡ്യൂർക്കാട്ടോ വാങ്ങാൻ പോകണത്. ഞങ്ങൾ അധികം പാരഡ്യൂരിൽ നിന്ന് തന്നെ വാങ്ങല്. ഇവിടുന്ന് കൂരാച്ചിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങലുള്ളൂ. പാരഡ്യൂർ ഇല്ലെങ്കിലേ കൂരാച്ചിൽ നിന്ന് വാങ്ങുള്ളൂ. ഇങ്ങനെന്താ ഞങ്ങൾ സാധനം വാങ്ങിച്ച് തിരിച്ച് പോരുമ്പോൾ മൂപ്പരുടെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ടോ ചോദിക്കുക. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചപ്പോൾ ഓൾ വന്നിട്ട് ജീപേ ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇതാ പൊറോട്ടയുടെ കവർ പൊട്ടി പൊറോട്ട നിലത്ത് വയ്ക്കുക കേട്ടോ. അതിൽ കറി ഉണ്ടായിരുന്നു കേട്ടോ. കറി പോയിക്കൊണ്ടിട്ട് കാണാനല്ല ഞങ്ങൾ നോക്കുന്നു പൊറോട്ട മാത്രം. ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോഴേക്കും ഇമ്മ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടി സെറ്റാക്കിട്ടോ.
അപ്പോൾ അന്നമോള് വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഹവി വീഡിയോ എടുക്കട്ടെ കാണുന്നത്. അവളെ മുഖത്ത് ഓളനെ എഴുതാട്ടോ കൺവെൻഷൻ. നല്ല രസമല്ലേ കാണാൻ. എന്നാൽ ഞങ്ങൾ ചിക്കനൊക്കെ പൊടിയിലൊക്കെ മുക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടു. ഇതിൻ്റെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട പണിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ. കുക്കറിലിട്ടാട്ടോ ഫ്രൈ ചെയ്യണത്. കുക്കറിലാകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് വേവുള്ളൂ. അതുകൊണ്ടാണ് ടൈലിട്ടുന്നത്. അടി കട്ടിയുള്ള പാത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഇതിന്, അല്ലെങ്കിൽ ഉള്ളിൽ വേവൂല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ പൊരിച്ച് സെറ്റാക്കി റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടോ രാത്രിയാകുമ്പോൾ. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.